നമസ്കാരം, ഞാൻ നിയുക്ത പ്രവീൺ. പാകിസ്ഥാന് ഇന്ത്യ കൊടുത്ത തിരിച്ചടിയിൽ കരയുന്നത് പാകിസ്ഥാൻ മാത്രമല്ല, ചൈന കൂടിയാണ്. അതെ, ചൈനയുടെ തനിനിറം പുറത്തു വന്നിരിക്കുകയാണ്. ഇങ്ങനെ ഒരു തിരിച്ചടി ഇന്ത്യ നൽകരുതായിരുന്നു എന്ന വാദമാണ് ചൈനയ്ക്കുള്ളത്. ഓർക്കണം, ഇതേ ചൈന തന്നെയാണ് ട്രംപുമായി താരിഫ് പ്രശ്നം വന്നപ്പോൾ ഇന്ത്യയുമായി കൂട്ടുകൂടാൻ വന്നത്. ഇന്ത്യ ചൈനയുമായി കൂട്ടുകൂടണമെന്ന് അപേക്ഷിച്ചത്. അതിനായി വിമാന സർവീസുകൾ പുനരാരംഭിക്കുന്നു, ഇന്ത്യക്കാർക്ക് വേണ്ടി ഇമിഗ്രേഷൻ എളുപ്പമാക്കുന്നു, അങ്ങനെ എന്തെല്ലാം. വെറും പ്രഹസനങ്ങൾ മാത്രം. ചൈനയുടെ മുഖം മൂടി ഇപ്പോൾ താഴെ വീണിരിക്കുകയാണ്. ഒടുവിൽ അവർക്ക് പാകിസ്ഥാനോടുള്ള സ്നേഹം പുറത്തു വന്നിരിക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ വെടിവെച്ചിട്ടത് പാകിസ്ഥാന്റെ JF-17 ജെറ്റാണ്. ഈ ജെറ്റിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ചൈന പാകിസ്ഥാന് സമ്മാനിച്ച ജെറ്റാണിത്. ഇതാണ് ചൈന പാകിസ്ഥാന് കൊടുത്ത ജെറ്റിന്റെ മേന്മ. ഇന്ത്യയുടെ സൈനിക നടപടി വളരെ ഖേദകരമാണെന്നാണ് ചൈന പറഞ്ഞത്. പാകിസ്ഥാൻ ഭീകരാക്രമണം നടത്തുമ്പോഴും നിങ്ങൾ ഇങ്ങനെ തന്നെയാണോ പറയുന്നത്? ഉരിയാടേതെ ഇരിക്കും, അല്ലെങ്കിൽ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും. അതാണ് ചൈന ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലോകരാജ്യങ്ങളും ഐക്യരാഷ്ട്രസഭയും ഇന്ത്യയുടെ കൂടെ നിൽക്കുമ്പോഴും ചൈന പാകിസ്ഥാനോടൊപ്പം നിന്ന് കരയുകയാണ്. ഇന്ത്യയും പാകിസ്ഥാനും എപ്പോഴും അയൽക്കാരാണ്. അതുകൊണ്ട് ശാന്തമായി പോണമെന്നാണ് ചൈന പറയുന്നത്. ഇന്ത്യ മാത്രം ശാന്തമായിരുന്നാൽ മതിയോ? ഇത് പാകിസ്ഥാന് ബാധകമല്ലേ? ഒരു പ്രകോപനവും കൂടാതെ ഇന്ത്യ ആക്രമിക്കാൻ മുതിരുന്നതിന് മുമ്പ് പാകിസ്ഥാൻ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് അവർ ആലോചിച്ചിരുന്നില്ലേ? മനസമാധാനം നഷ്ടപ്പെടുമെന്ന് ഓർത്തിരുന്നില്ലേ? അപ്പോൾ കനത്ത തിരിച്ചടി കിട്ടുമ്പോൾ നിങ്ങൾ പേടിച്ചിട്ടും കരഞ്ഞിട്ടും കാര്യമില്ല. അതേസമയം ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് നിർദ്ദേശം നൽകി. അണിവിട തെറ്റാതെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ കൃത്യമായി ഏകോപനം ചെയ്ത് 26 മനുഷ്യജീവനുകൾ അപഹരിച്ച പഹൽഗാം ഭീകരാക്രമണത്തിന് ശക്തമായ മറുപടി നൽകി. പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലെയും 9 ഭീകര പരിശീലന കേന്ദ്രങ്ങൾ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ മെയ് 7 പുലർച്ചെ തരിപ്പണമാക്കിയിരിക്കുകയാണ് ഇന്ത്യൻ സൈന്യം. ഇന്ത്യയുടെ കനത്ത മിസൈൽ ആക്രമണത്തിൽ നിരവധി പാക് ഭീകരർ കൊല്ലപ്പെട്ടു. പാക് ചാരന്മാരുടെയെല്ലാം കണ്ണും കാതും മൂടിക്കെട്ടി അതീവ രഹസ്യമായിരുന്നു പാകിസ്ഥാന് നേരെയുള്ള ഓപ്പറേഷൻ സിന്ദൂർ. ഇതൊരു തുടക്കം മാത്രമാണ്. ഇനിയും ഒരുപാട് ഓപ്പറേഷനുകൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. നന്ദി, നമസ്കാരം. ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.